ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാംനികോം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് അതിന് മിഡിൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ICM ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ ICM അണ്ടർ ദ കൺട്രോൾ ഓഫ് NCCT ഈസ് ദ മിഡിൽ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കോപ്പറേഷൻ ഇൻ ദ കൺട്രി. ഒരു മിഡിൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICM. ദ ICM പ്രൊവൈഡ്സ് ട്രെയിനിങ് ഫെസിലിറ്റേറ്റ്സ് ടു ദ മിഡിൽ ലെവൽ പേഴ്സൺ ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് ഓഫീസേഴ്സ് ടു ദ ഗവൺമെൻറ് കണക്റ്റഡ് വിത്ത് കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ മിഡിൽ ലെവൽ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ICM വർക്ക് ചെയ്യുന്നത്. ദർ ആർ അറ്റ് പ്രസൻറ്റ് 191 CMs ത്രൂ ഔട്ട് കൺട്രി ആൻഡ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. Special courses are also being conducted by these centers on cooperative banking, land development banking, consumer, industrial, handloom, coir dairy and fisheries. ഈ ഏരിയയിലൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഏരിയയിൽ ബാങ്കിങ് സെക്ടേഴ്സിൽ, അതേപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളുണ്ട്, കൺസ്യൂമർ ഫെഡറേഷൻസ് ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഉണ്ട്, ഹാൻഡ്ലൂം ഏരിയ, കോയർ ഏരിയ, ഡയറി, ഫിഷറീസ് ഏരിയയിലൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സിന്, പ്യൂപ്പിളിന്, ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാർഗറ്റ്. ഇഫ് യു ICM ആർ കണ്ടക്ടിങ് HDC കോഴ്സസ്, ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ JDC, HDC പോലുള്ള കോഴ്സുകളില്ലേ, കോപ്പറേഷൻ, നമ്മൾ BCom കോപ്പറേഷന് പകരമായിട്ടുള്ള കോഴ്സുകൾ, അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? ICM. The courses are conducted by ICM are organized so as to meet the sectorial and functional needs of the Indian cooperative movement. ഇവരെന്താണ് ചെയ്യുന്നത്? ഓർഗനൈസ്ഡ് ആസ് ടു മീറ്റ് ദ സെക്ടോറിയൽ ആൻഡ് ഫങ്ഷണൽ നീഡ്. ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ സെക്ടേഴ്സിന് അല്ലെങ്കിൽ ഓരോ ഫങ്ഷണൽ ഏരിയാസിന് എന്താണോ ആവശ്യമുള്ളത് ആ രീതിയിൽ അവരുടെ കോഴ്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് പ്ലാൻ ചെയ്ത് അത് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞിരുന്നു സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ദീസ് സെൻറ്റേഴ്സ് ആർ ലോവസ്റ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഏരിയയിലെ ലോവസ്റ്റ് ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒക്കെ ഉള്ളത്. ദീസ് സെൻറ്റേഴ്സ് ആർ ടു പ്രൊവൈഡ് ട്രെയിനിങ് ഫെസിലിറ്റേറ്റ്സ് ടു ദ ലോവർ ലെവൽ പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോവർ ലെവൽ പേഴ്സണിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് സെൻറ്റേഴ്സ് ഈസ് അണ്ടർ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ. അതാത് സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് യൂണിയനായിരിക്കും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. But the curriculum for training and the policy etc. are to be decided by the NCCT. നമ്മുടെ NCCT ആണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ കരിക്കുലമും അതിൻ്റെ സിലബസും അല്ലെങ്കിൽ പ്രോഗ്രാംസും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും അതാത് സ്റ്റേറ്റിൽ, അതായത് സ്റ്റേറ്റ് ലെവലിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ലോവർ ലെവൽ ജൂനിയർ സെൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ദെൻ അവരെന്ത് ചെയ്യുന്നു? അതാത് സ്റ്റേറ്റിലെ യൂണിയൻസിനായിരിക്കും അതിന് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും. പക്ഷേ അവരുടെ സിലബസ് ഫോളോ ചെയ്യുന്നത് NCCTയുടെയാണ്. There are more than 93 JTC throughout the country and Kerala is having 9 such centers. അതായത് ജൂനിയർ ട്രെയിനിങ് കോളേജസ് സെൻറ്റേഴ്സ് എത്രയുണ്ട്? മോർ ദാൻ 93 ഉണ്ട്. നമ്മുടെ രാജ്യത്ത് മോർ ദാൻ 93 സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ 9 സെൻറ്റേഴ്സ്, അറൗണ്ട് 9 സെൻറ്റേഴ്സ് എവിടെയുണ്ട്? കേരളത്തിലും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ട്രെയിനിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ വേറെ തന്നെയാണ്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, അതിൻ്റെ കീഴിൽ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞത് 3 ലെവലായിട്ടാണ്. വാംനികോം, ദെൻ ICM, സബോർഡിനേറ്റ് സെൻറ്റേഴ്സ്, ദാറ്റ് ഈസ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു 3 രീതിയിൽ 3 സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൽ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ? ഇതിന് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാനുള്ളത്. Cooperative education. Unlike the cooperative training programs, the cooperative education and program is not having a well organized setup in India.
നമ്മുടെ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസിനെ പോലെയല്ല എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ഒരു വെൽ ഓർഗനൈസ്ഡ് സെറ്റപ്പ് ഒന്നും ഇന്ത്യയിലില്ല. അണ്ടിൽ ദ സ്വാമിനാഥൻ കമ്മിറ്റി ഓഫ് 1973 ഓൾ ദ പ്രോഗ്രാംസ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് were undertaken ultimately. As a result of the Swaminathan Committee report, these two schemes separated and separate programs were formulated for education and training. സ്വാമിനാഥൻ കമ്മിറ്റിക്ക് ശേഷം എന്ത് ചെയ്തു? ട്രെയിനിങ് വേറെയും എഡ്യൂക്കേഷൻ വേറെ ആയിട്ടും സെപ്പറേറ്റ് ചെയ്തു. ഇറ്റ് ഹാസ് ടു ബി മെൻഷൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ബോത്ത് ദ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആർ ഫോർമുലേറ്റഡ് ആൻഡ് ഗൈഡഡ് ബൈ ദ NCUI. അതായത് ട്രെയിനിങ് എഡ്യൂക്കേഷൻ വേറെ ആക്കിയിട്ടുണ്ടെങ്കിലും അത് രണ്ടും ഗൈഡ് ചെയ്യുന്നത് ആരാണ്? NCUI തന്നെയാണ്. In 1956, a center was started at New Delhi as a subsidiary to NCUI for providing education and training to the trainers or teachers of corporation. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്ഥാപനങ്ങളിലെ ആൾക്കാർക്കും അതേപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് NCUI എന്ത് ചെയ്തു? ഒരു സബ്സിഡിയറി ആയിട്ട് ന്യൂഡൽഹിയിൽ എന്ത് ചെയ്തു? ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. This center is known as National Center for Cooperative Education. ആ സെൻറ്ററിനെയാണ് NCCE, അതായത് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഒന്നായിരുന്നു. അത് സ്വാമിനാഥൻ കമ്മിറ്റീൻ്റെ റിപ്പോർട്ടിന് ശേഷമാണ് സെപ്പറേറ്റ് ചെയ്തത്. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ട്രെയിനിങ് വേറെയും എഡ്യൂക്കേഷൻ വേറെയുമാക്കി. എഡ്യൂക്കേഷൻ എന്താണ്? NCUIയുടെ ഒരു സബ്സിഡിയറി ആയിട്ടൊരു സെൻറ്റർ 1956 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE. The National Center for Cooperative Education, which is commonly known as NCCE, was established in 1956 as a subsidiary to NCUI. Originally, this center was to provide training and education to the trainers of corporation, but subsequently, when these two programs were separated, അതായത് 1973 സ്വാമിനാഥൻ കമ്മിറ്റി വന്നത് സെപ്പറേറ്റ് ചെയ്തത്. അതിന് മുമ്പായിരുന്നു എന്തുണ്ടായിരുന്നത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത്. Originally, this center was to provide training and education for the trainers of corporation, but subsequently, when these two programs were separated, the NCCE continued to provide education to the trainers. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം NCCE എന്താണ് ചെയ്തത്? എഡ്യൂക്കേഷന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. ദ NCCE ഈസ് കൺസിഡേർഡ് ആസ് എ നാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ നാഷണൽ സെൻറ്റർ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത നാഷണൽ സെൻറ്റർ ആണ് NCCE. Even though there exists no well-knit organization set up in cooperative education. പക്ഷേ എന്തില്ല? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനിൽ ഒരു നല്ലൊരു സെറ്റപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നുമില്ല. ദ NCCE കൺസിഡേർഡ് ആൻഡ് അക്സെപ്റ്റഡ് ആസ് ദ അപ്പെക്സ് ലെവൽ സെൻറ്റർ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റപ്പ്. NCCE തന്നെയാണ് അറ്റ് ദ അപ്പെക്സ് ലെവലിൽ വർക്ക് ചെയ്യുന്നത്. The NCCE is now undertaking program for teachers on modern methods and technique of teaching. ഇപ്പോൾ നൗ NCCE എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോഡേൺ മെത്തേഡ്സ് ഓഫ് ടെക്നിക് ഓഫ് ടീച്ചിങ് ആണ് അവർ എഡ്യൂക്കേഷൻ ബേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡിങ് കണ്ടൻസ്ഡ് കോഴ്സസ്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദി സെൻറ്റർ ഹാവ് നൗ ബീൻ ഡൈവേഴ്സിഫൈഡ് ടു കാറ്റർ ടു ദ നീഡ്സ് ഓഫ് ദി ഫാസ്റ്റ് ഗ്രോയിങ് കോപ്പറേറ്റീവ് സെക്ടർ. ഇപ്പോഴത്തെ ഫാസ്റ്റ് ഗ്രോയിങ് കോപ്പറേറ്റീവ് സെക്ടേഴ്സിന് അനുസൃതമായിട്ടാണ് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഓൾസോ സ്റ്റാർട്ടഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ടു ഇൻക്ലൂഡ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ദ ലീഡേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ ലീഡേഴ്സിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യാനുള്ള രീതിയിലുള്ളതും കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ എഡ്യൂക്കേഷൻ സിലബസിലും കരിക്കുലത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഇൻ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് നോട്ട് ഹാവിങ് എ മിഡിൽ ലെവൽ ഓർഗനൈസേഷൻ. The state cooperative union are the state level agencies to implement educational programs at the grassroots level, and the educational programs are being implemented by the state cooperative union through their instructors. അപ്പോൾ ഇത്ര തന്നെയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അവിടെ എന്തില്ല? എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൽ ഒരു മിഡിൽ ലെവൽ ഓർഗനൈസേഷൻ ഒന്നുമില്ല. നാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ അവർ തന്നെയാണ് എന്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ പ്രോഗ്രാംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE കുറിച്ച്. ഇനി നമുക്ക് അനദർ സെൻറ്റേഴ്സൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു.